നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പേജ് നമ്പർ 21 ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി തേർഡ് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 15 ആൻഡ് ദി എയ്ത്ത് ടേം ഈസ് 35. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ദി 13th ടേം. ദെൻ സെക്കൻഡ് വൺ ഈസ് വാട്ട് ഈസ് ദി 23rd ടേം. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ എന്തെല്ലാം തന്നിട്ടുണ്ട്? തേർഡ് ടേം 15 എയ്ത്ത് ടേം 35 തന്നിട്ടുണ്ട്. അപ്പം നമുക്കത് വെച്ചിട്ട് എന്ത് ചെയ്യാം? ആദ്യം കോമൺ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഡി ഈക്വൽ ടു 35 മൈനസ് 15 ഡിവൈഡഡ് ബൈ 8 മൈനസ് 3. 35 മൈനസ് 15 20 ഡിവൈഡ് ബൈ 8 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 5 ആണ്. 20 ഡിവൈഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ ആൻസർ 4. അപ്പം നമുക്ക് എന്ത് കിട്ടി? കോമൺ ഡിഫറൻസ് 4 എന്ന് കിട്ടി അല്ലേ? ഓക്കെ അല്ലേ? നമുക്കതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി 13th ടേം? 13th ടേം എന്ന് പറഞ്ഞാൽ x13 അല്ലേ? എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ തേർഡ് ടേം തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ 13th ടേം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? തേർഡ് ടേമിൻ്റെ ഒന്നിച്ച് 10 ടൈംസ് കോമൺ ഡിഫറൻസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 13th ടേം കിട്ടും. അപ്പം തേർഡ് ടേമിൻ്റെ ഒന്നിച്ച് അല്ലേ? തേർഡ് ടേം പ്ലസ് 10 ടൈംസ് കോമൺ ഡിഫറൻസ്. തേർഡ് ടേം എത്രയാണ്? 15 ആണ്. പ്ലസ് 10 ഇൻറ്റു കോമൺ ഡിഫറൻസ് 4 ആണ്. അപ്പം എത്ര കിട്ടും? 15 പ്ലസ് 10 ഇൻറ്റു 4 40. അപ്പം ആൻസർ എത്രയാണ്? 55. അപ്പം നമുക്ക് 13th ടേം കിട്ടി അല്ലേ? x13 55 ആണെന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ഇനി എന്ത് വേണം? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അവിടെ 23rd ടേം അല്ലേ? 23rd ടേം എന്ന് പറയുമ്പോൾ x23 ആണ് അല്ലേ? ഇവിടെ നമുക്ക് ഓൾറെഡി 13th ടേം കിട്ടിയത് കൊണ്ട് അതിൻ്റെ ഒന്നിച്ച് കോമൺ ഡിഫറൻസ് എത്ര പ്രാവശ്യമാണോ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടേണ്ടത് അത് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? x23 കിട്ടും. അപ്പോൾ ഇവിടെ 13 ഉണ്ട് അല്ലേ? അപ്പോൾ x13 ഒന്നിച്ച് 10 ടൈംസ് കോമൺ ഡിഫറൻസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? x23 അതായത് 23rd ടേം കിട്ടും. x13 ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓൾറെഡി കിട്ടിയ കാര്യമാണ്. പിന്നെ 10 ഇൻറ്റു ഡി എത്രയാണ്? 4. അപ്പം എന്ത് വരും ആൻസർ? 55 പ്ലസ് 10 4s are 40. 55 പ്ലസ് 40 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90 ആണ്. 90 അല്ല 95. ക്ലിയർ അല്ലേ? 95. അപ്പം നമുക്ക് എന്ത് കിട്ടി? x23 ഈക്വൽ ടു എത്രയാണ് കിട്ടി? 95. രണ്ട് ക്വസ്റ്റ്യൻ. അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. The fifth term of an arithmetic sequence is 21 and the ninth term is 41. First question, what is the first term? Then second one is what is the third term? നമുക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നോക്കാം. എവിടെയും നമുക്ക് ആദ്യം എന്ത് ചെയ്യുക? കോമൺ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. 9th ടേം 41 മൈനസ് 5th ടേം 21 ഡിവൈഡഡ് ബൈ 9 മൈനസ് 5. 41 മൈനസ് 21 20. 9 മൈനസ് 5 4. അപ്പോൾ 20 ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 5. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് എന്ത് കിട്ടി? 5 കിട്ടി അല്ലേ? ഇനി എന്ത് വേണം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? വാട്ട് ഈസ് ദി ഫസ്റ്റ് ടേം? അതായത് x1 കാണണമെങ്കിൽ എന്ത് വേണം? 5th ടേം തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. 5th ടേം മൈനസ് 4 ഇൻറ്റു കോമൺ ഡിഫറൻസ്. 4 ടൈംസ് കോമൺ ഡിഫറൻസ് 5th ടേമിൽ നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? x1 കിട്ടും. 5th ടേം എത്രയാണ്? 21 മൈനസ് 4 ഇൻറ്റു 5. 21 മൈനസ് 4 ഇൻറ്റു 5 20. ആൻസർ എന്താണ്? 21 മൈനസ് 20 എന്ന് പറഞ്ഞാൽ ആൻസർ 1. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഫസ്റ്റ് ടേം കിട്ടി. ഫസ്റ്റ് ടേം എത്രയാണ്? 1 എന്ന് കിട്ടി അല്ലേ? ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് വരുന്നത്? വാട്ട് ഈസ് ദി തേർഡ് ടേം? തേർഡ് ടേം കാണണം. x3 കാണണം. x3 കാണാൻ എളുപ്പമാണ്. കാരണം x1 ഒന്നിച്ച് 2 ടൈംസ് കോമൺ ഡിഫറൻസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? x3 കിട്ടും. അതായത് ഫസ്റ്റ് ടേം പ്ലസ് 2 ഇൻറ്റു കോമൺ ഡിഫറൻസ്. ഓക്കെ അല്ലേ? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ആണ്. പ്ലസ് 2 ഇൻറ്റു ഡി എത്രയാണ്? ഇവിടെ 5 ആണ്. 1 പ്ലസ് 2 ഇൻറ്റു 5 അല്ലേ? അപ്പോൾ 1 പ്ലസ് 2 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 10 ആണ്. ഇറ്റ്സ് ഈക്വൽ ടു 11. അപ്പം നമുക്ക് എന്ത് കിട്ടി? തേർഡ് ടേം കിട്ടി അല്ലേ? തേർഡ് ടേം എത്രയാണ്? 11. അപ്പോൾ x3 ഈക്വൽ ടു 11 എന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ അല്ലേ? x3 എന്ന് പറയുന്നത് എന്താണ്? 11 ആണ്. ഓക്കെ അല്ലേ?